നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർക്ക് വൈറൽ ഇൻഫെക്ഷനാണ്. അതുകൊണ്ടാണ് ഇന്നലെ ട്രെയിനിങ്ങിന് എത്താതിരുന്നത്. സാന്റോസ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ട് നെയ്മർ ട്രെയിനിങ്ങിന് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോലാഹലമായിരുന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇത് നീതീകരിക്കാൻ പറ്റാത്തതാണ്, ന്യായീകരിക്കാൻ പറ്റാത്തതാണ്, താരം ട്രെയിനിങ് ഒക്കെ മിസ് ചെയ്യുകയാണ് എന്ന തരത്തിലൊക്കെ വാർത്തകൾ കൊടുത്തിരുന്നു. ഒടുവിൽ സാന്റോസ് എഫ് സി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നെയ്മർ ജൂനിയർക്ക് വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ ആ വിവരങ്ങൾ ഇങ്ങനെയാണ്. അത്ലറ്റ് നെയ്മർ ജൂനിയർക്ക് സാറ്റർഡേ രാത്രി മുതൽ വൈറൽ ഇൻഫെക്ഷൻ പിടിപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വൈദ്യ സഹായം സ്വീകരിച്ചു. നല്ല രൂപത്തിൽ ഇപ്പോൾ അതിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും സാന്റോസിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യുന്നത് തുടരും. അതോടൊപ്പം തന്നെ നെയ്മർ അർജൻറ്റീനയിലേക്കുള്ള ടീമിൻ്റെ ഡെലിഗേഷനോടൊപ്പം ഉണ്ടാകും. ചൊവ്വാഴ്ച സാൻ ലോറൻസോക്കെതിരെ കോപ്പ സുഡാമേരിക്കാന കളിക്കാനുണ്ട്. നെയ്മർ ജൂനിയറും ഗബ്രിയൽ ബർബോസയും ഇഗോർ വിനീഷ്യസും വില്യൻ അഴാവോയും എല്ലാം ടീമിനോടൊപ്പം ഇന്ന് ബ്യൂണസ് അയേഴ്സിൽ ജോയിൻ ചെയ്യും എന്നാണ് അവർ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. ചുരുക്കത്തിൽ നെയ്മർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അർജൻറ്റീനയിൽ വെച്ചിട്ട് അർജൻറ്റീൻ ക്ലബ്ബായ സാൻ ലോറൻസോക്കെതിരെയാണ് അടുത്ത മത്സരം. ഈ മത്സരം എന്ന് പറയുമ്പോൾ സാന്റോസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സുഡാമേരിക്കാനയുടെ ഗ്രൂപ്പ് ഡിയിൽ കളിച്ച 2 കളികളിൽ നിന്ന് ഒരേ ഒരു പോയിൻറ്റുമായിട്ട് ഏറ്റവും അവസാനം നിൽക്കുകയാണ് സാന്റോസ്. അവർക്ക് വിജയിച്ചേ പറ്റൂ, മുന്നോട്ട് കയറണമെങ്കിൽ. അതേസമയം 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് സാൻ ലോറൻസോ. കടുത്ത പോരാട്ടം തന്നെ പ്രതീക്ഷിക്കണം. വൈറൽ ഇൻഫെക്ഷൻ പിടിപെട്ട് വൈദ്യസഹായമൊക്കെ തേടി നെയ്മർ ജൂനിയർ അതിൽ നിന്ന് റിക്കവറായി ഈ മത്സരം കളിക്കാനുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.